ഇടുക്കി ചിന്നക്കനാലിൽ സിങ്ക് കണ്ടത്തെ കുടിയേറ്റ കർഷകർക്കും പറയാനുള്ളത് അതിജീവനത്തിന്റെ ഒരു ആനക്കഥയാണ്. ചക്കക്കൊമ്പനും മുറിവാലനും ഒക്കെ ഉറക്കം കെടുത്തിയ സിങ്ക് കണ്ടക്കാർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേട്ടാം. ഞാനിപ്പോൾ ഉള്ളത് ചിന്നക്കനാൽ സിങ്ക് കണ്ടത്തെ ഒരു കൃഷിയിടത്തിലാണ്. ഈ കൃഷിയിടത്തിനും ഇവിടുത്തെ നാട്ടുകാർക്കുമൊക്കെ വലിയൊരു അതിജീവനത്തിന്റെ ആനക്കഥ പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു പ്ലാവ് ഇതേതാണ്ട് 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പ്ലാവാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇവിടെയാണ് ചക്കക്കൊമ്പൻ ഏറ്റവും ആദ്യം എത്തുക. ഈ പ്ലാവിന്റെ ചുവട്ടിൽ എത്തിയിട്ടാണ് എങ്ങോട്ട് പോകണം എന്ന് പുള്ളി ആലോചിക്കുന്നതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. എന്തായിരുന്നാലും ചക്കക്കൊമ്പന്റെ പ്ലാവ് എന്ന് അറിയപ്പെടുന്ന തേജാസ് സിംഗ് എന്ന് പറയുന്നയാള് മുമ്പ് ഉണ്ടായിരുന്ന തറവാട് വീടിനോട് ചേർന്ന് അന്ന് വെച്ചിരുന്ന ഒരു പ്ലാവാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ അത്തരത്തിൽ അതിജീവനം പറയാനുണ്ട്, ആനക്കഥകൾ പറയാനുണ്ട്. ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള രാജൻചേട്ടൻ നമ്മോട് ഒപ്പമുണ്ട്. രാജൻചേട്ടാ, ഇവിടെ എത്ര ആനകളുണ്ട്? ഞങ്ങൾ നാട്ടുകാർ കണ്ടെത്തിയ 34 ആനകളുണ്ട്. വനം വകുപ്പിന്റെ കണക്കിൽ 18 ആനകളാണ് അവർ പറയുന്നത്. ഈ 18 ആനകളിൽ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ചക്കക്കൊമ്പനും മുറിവാലനുമാണ് ശല്യക്കാരായിട്ട് നിൽക്കുന്നത്. പിന്നെ മൂന്നാർ മേഖലയിൽ പടയപ്പ, കാട്ടുജോർജ്, ഓസുകൊമ്പൻ എന്നൊക്കെ പറയുന്ന ഒരു 3-4 കാട്ടാനകൾ വേറെ ഉണ്ട്. ഞങ്ങളുടെ ചിന്നക്കനാലിലെ ഈ 2 ആനകൾ ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. അവർ വൈകുന്നേരം വരുന്ന ഇവിടെ താവളമാക്കിയിട്ട് അടുത്ത റൂട്ട് തീരുമാനിച്ച് പോകുന്നത് ഈ പ്ലാവിന്റെ ചോട്ടിലാണ്. KSRTC ഡിപ്പോ എന്നൊക്കെ പറയുന്ന പോലെ ആന വന്ന് ഇവിടെ നിന്നിട്ടാണ് റൂട്ട് തീരുമാനിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ്, ഇവിടെ എന്താണ് ഈ വനം വകുപ്പിന്റെ ഒന്നും കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഇവിടെ കിട്ടുന്നില്ല, ലഭ്യമാകുന്നില്ല? തീർച്ചയായിട്ടും ഇല്ല. വനം വകുപ്പ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ RRT ടീമിനെ കൊണ്ട് വിടുന്നതിലോ മറ്റ് ഫോറസ്റ്റുകാരെ കൂടുതൽ വിന്യസിക്കുന്നതിലോ അല്ല കാര്യം ചെയ്യേണ്ടത്. ഇവിടെ ഒരു 2-3 ഹെക്ടർ സ്ഥലവേലും മാട്ടുപട്ടി സൈഡിൽ ഇവിടെ ഒരു പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ആനയ്ക്ക് ഇവിടെ തീറ്റ കുറവായതുകൊണ്ട് മാത്രമാണ് ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇതുപോലെ ഇറങ്ങുന്നത്. നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചാണ്, മൊത്തം യൂക്കാലി പ്ലാന്റേഷനാണ് ഇവിടെ ഉള്ളത്. അതിന് പുൽമേടുകൾക്ക് മൊത്തം ഫോറസ്റ്റുകാർ തന്നെ തീയിടുന്നു. ആനയ്ക്ക് നിൽക്കാൻ യാതൊരു സൗകര്യമില്ല. അതും അത്രയും വലിയ വയറുള്ള ഒരു ജീവിയില്ല, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉദ്ദേശിച്ച് ഈ തീറ്റ തേടി മാത്രമാണ് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നത്. പിന്നെ അരിക്കൊമ്പന്റെ അതേ സ്വഭാവം ഇപ്പോൾ ചക്കക്കൊമ്പനും തുടങ്ങിയിരിക്കുകയാണ്. റേഷൻ കട കഴിഞ്ഞ ദിവസം പന്നിയാറി കുത്തിപ്പൊളിച്ചു, 301 കോളനിയുടെ വീട് പൊളിച്ചു, ഇന്നലെ മനോജിന്റെ വീട് ഇടിച്ചു. ഇങ്ങനെ ഇതും അതിന് തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ അരിക്കൊമ്പന് അതേ സ്വഭാവത്തിലാണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ചക്കക്കൊമ്പനാണോ ഈ മുട്ടവാലനാണോ വീടിടിച്ച് പൊളിച്ചതെന്ന് നിങ്ങൾ നാട്ടുകാരും വനം വകുപ്പും തമ്മിലൊരു തർക്കം നിൽക്കുന്നത്? ഇതിനു മുമ്പ് വരെയുള്ള യാതൊരു കാട്ടാനാക്രമണങ്ങൾക്കും കൃത്യമായ തെളിവുകൾ നമുക്ക് ഹാജരാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നലെ കണ്ട മനോജിന്റെ വീടിടിക്കുന്ന CCTV മുഖേന ഈ ലോകമാധ്യമങ്ങളിലെല്ലാം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇനി വരും കാലങ്ങളിൽ കാട്ടാനാക്രമണം നടന്നാൽ കൃത്യമായ തെളിവോടുകൂടി തന്നെ ഞങ്ങൾക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റുമെന്നാണ് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരം 6 മണി തൊട്ട് കർഷക ഭൂമിയിലാണ് കാട്ടാനകൾ പൂർണ്ണമായും വളരുന്നത്. അത് ഇവിടം തൊട്ട് ബീൽറാവ് വരെയുള്ള പൂർണ്ണമായും കാർഷിക മേഖലയിലാണ് ആന തമ്പടിക്കുന്നത്. കർഷകർക്ക് നഷ്ടപരിഹാരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് പട്ടയില്ലാത്ത ഭൂമി ആയതുകൊണ്ട് ഇതൊന്നും തന്നെ കിട്ടുന്നില്ല. ഈ ഭൂമി മൊത്തം നോക്കിയോ, ഈ പ്ലാന്റ് മൊത്തം ഇപ്പോൾ കംപ്ലീറ്റ് തീ കത്തിച്ചു. ആനയ്ക്ക് തീറ്റയില്ല. ഇത് ഞങ്ങൾ 1 വർഷം കഷ്ടപ്പെട്ട് ശരിക്കും അധ്വാനിച്ച് വെക്കുന്ന ഈ സംഭവമാണ് രാത്രി വന്ന് അടിച്ച് ഒറ്റ സമയം കൊണ്ട് അടിച്ച് തീർത്തിട്ട് പോവുക. ഇവിടെ ഒത്തിരി ഏക്കർ കൃഷി നശിപ്പിച്ചു. ഇതിന്റെ 1 രൂപ പോലും ഞങ്ങൾക്ക് അതിന് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. ഫോറസ്റ്റുകാർക്കാണെങ്കിൽ 2 ലൈറ്റുണ്ട്. ഞങ്ങളതിന് 2 പടക്കെങ്കിലും പിടിക്കേണ്ട, അവരെങ്കിലും അതുപോലും ഇല്ല. അപ്പം അതുകൊണ്ട് അതല്ല ചെയ്യേണ്ടത്. ആനയെ നിൽക്കേണ്ട പ്ലേസിൽ ഈ വേട്ടുവാന്തയിൽ ഇന്നല്ലല്ലോ, ഈ 10-15 വർഷത്തിന് മുമ്പ് സുനിലിനൊക്കെ കൊന്ന സമയത്ത് മുതൽ ഞങ്ങൾ ഇവിടെ പല ഉദ്യോഗസ്ഥന്മാരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ വെള്ളം കൊടുക്കണം ആനയ്ക്ക്. ആന എവിടെ നിൽക്കുന്നത് വെച്ചാൽ ആ മേഖലയിൽ, ആ വേട്ടുവാന്തേരി പ്രദേശമൊക്കെ ആന എപ്പോഴും തമ്പടിച്ച് കഴിഞ്ഞാൽ 1 മാസക്കണക്കിന് നിൽക്കും. പക്ഷെ അവിടെ തീറ്റയുമില്ല, വെള്ളവുമില്ല. അതുകൊണ്ട് ആന ഈ ജനങ്ങളിലേക്ക് കടന്ന് ഉപദ്രവം ചെയ്യുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സംവിധാനം ചെയ്യേണ്ടതാണ് ആവശ്യം. ഈ ആനകൾ ഇഷ്ടപ്പെടുന്ന കൃഷികൾ പൂർണ്ണമായിട്ടും ആളുകൾ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പല വീടുകളുടെയും മുറ്റത്തുണ്ടായിരുന്ന പ്ലാവുകൾ ചക്കക്കൊമ്പന്റെ ശല്യം മൂലം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പറമ്പിൽ അത്യാവശ്യം 3-4 പ്ലാവ് നിൽക്കുന്നതുകൊണ്ടാവാം ഇവിടെ ഈ ചക്കക്കൊമ്പൻ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും അത്രയ്ക്ക് അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ഒരു ആവശ്യമാണ് വെക്കുന്നത്. ആ ആവശ്യത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കണം. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, നടപടികളിലേക്ക് കടക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഞങ്ങൾക്കും വെക്കാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.